നമ്മള് കുറച്ച് അമ്മമാര് അറബിക്കടൽ കാണിക്കാൻ കൊണ്ടുപോവാ. വിജയകുമാർ സൂപ്പർ ഐഡിയ കേട്ടോ. അപ്പൊ എന്നോട് ഈ ഐഡിയ ആദ്യമായിട്ട് പറഞ്ഞു തരാന്നറിയോ, ഇതിന്റെ ക്ലാസിക് ഇമ്പീരിയൽസിന്റെ ഓണർ ഇദ്ദേഹത്തിന് 6 ബോട്ട് സ്വന്തമായിട്ടുണ്ട്. പിന്നെ ബാക്കി കാണുന്ന ബോട്ട് ഇദ്ദേഹത്തിന്റെ അല്ല അല്ലേ? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. സാറിനോട് ഈ വെസൽ പണിതപ്പോൾ ഒരു വലിയ വാർത്തയായിരുന്നു. സാറിന്റെ പ്ലാറ്റ്ഫോമിൽ സാർ എന്നെ വിളിച്ച് ഒരു ഇന്റർവ്യൂ നടത്തുമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിപ്പോഴും എന്റെ സ്വപ്നമായിരുന്നു. കാരണം ഇന്ന് ലോകത്തിൽ അല്ലെങ്കിൽ കേരളത്തിനോട് വിളിച്ചു പറയാൻ നമുക്ക് ഏറ്റവും അർഹത എന്റെ മനസ്സിൽ തോന്നിയ ഏറ്റവും വലിയ ആള് മാധ്യമത്തിൽ ശ്രീകണ്ഠൻ സാർ തന്നെ. ഞാൻ ഇളകിപ്പോവും. ഇല്ല, അത് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ സാധനം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളും തള്ളിക്കോളൂ, കുഴപ്പമില്ല. നമ്മുടെ കാര്യവും പറയാൻ വേറെ ആരുമില്ല ഇപ്പൊ. അതെ, നമ്മളെ കുറിച്ച് തന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ ജിഷി അത്യാവശ്യം നല്ല വെള്ളമായിട്ട് നന്നാവാൻ തീരുമാനിച്ച ആളായിരുന്നല്ലോ. ഞാനൊരു 23 വർഷം മുമ്പ് വെള്ളോടി നിർത്തിയത് മാത്രം കൊണ്ട്. അല്ല, നന്നായിട്ട് അടിച്ചോ? നന്നായിട്ട് അടി. ഞാൻ HMD വാച്ചിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. നല്ലോണം പൈസ കിട്ടിയിരുന്നു. നല്ല കള്ളുടിയായിരുന്നു. എനിക്ക് 50,000 രാജ്യദ്രോഹപരമായ കള്ളുടി നിർത്താൻ കാരണം കള്ളുകൂടി രാജ്യദ്രോഹമല്ല, മയക്കുമരുന്നൊക്കെ ലഹരിയൊക്കെ ഇതാണ്. നമ്മുടെ കള്ളുകൂടി എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല. എന്റെ അപ്പനും അമ്മയും എന്റെ അമ്മ ആശുപത്രിയിൽ പോയ അയിലന്തരത്താരന്റെ വളം മേടിക്കണമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായി. ഇപ്പൊ ഞാൻ 24 വർഷമായി ഞാൻ ഇന്ന് വരെയുള്ള ഇപ്പൊ ഞാൻ 6 ബസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നമ്മൾ പോണ ക്ലാസിക് ഇമ്പീരിയൽ ഒരു കോവിഡ് സമയത്ത് ഉണ്ടാക്കിയതാണ്. നമ്മുടെ ബോട്ട് അടിച്ചു മാറ്റിയോ? അല്ല, ഞങ്ങൾക്ക് കോടതിയിൽ കേസ് പറഞ്ഞ് 2 ജെട്ടിക്ക് നമ്മൾ ഇത് ചെയ്തു. അങ്ങനെ GCD ചെയർമാൻ ചന്ദ്രൻപിള്ള സഖാവ് വന്നപ്പോ GCD നമുക്ക് അലോട്ട് ചെയ്തു. അങ്ങനെ 2 ഫ്ലോട്ടിംഗ് ജെട്ടി ഞങ്ങൾ. ചന്ദ്രൻപിള്ള സഖാവ് ഇന്നലെ എനിക്ക് തോന്നുന്ന ഇതുണ്ടായിരുന്നു, സഖാവിന്റെ നമ്മുടെ ബഡ്ജറ്റ് ആയിരുന്നു. ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. വിജയ ക്ലാസിക് ഇമ്പീരിയൽസിന്റെ ഉടമയാണ്. കാര്യം പറഞ്ഞാലും ഇദ്ദേഹമാണ് ഈ അമേരിക്കൻ മലയാളികളുടെ ഒരു സമ്മേളനം ഇതിന് വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഐഡിയ പറഞ്ഞത്. കുറെ അമ്മമാര് നമുക്ക് കടൽ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കടൽ കാണാനെങ്കിൽ അമ്മമാര് വരൂ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അപ്പൊ 150-ലധികം അമ്മമാർ വന്നിട്ടുണ്ട്. ഈ അമ്മമാർ കൂടിയാൽ ഇദ്ദേഹം ഒന്നിലധികം വെസൽ വിടും. വിജയം പോകുന്നുണ്ടോ? അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇടണല്ലോ, ഈ അമ്മമാരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലേ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ആദ്യ സംരംഭം അല്ലെ? നമ്മൾ ഈ ലഹരി വിരുദ്ധ പരിപാടിയായിട്ട് ഇറങ്ങിയതാ. അതിനിടയിൽ നമ്മുടെ അമ്മമാർക്ക് ഒരു സന്തോഷമാകട്ടെ. ഇത് എവിടെ വരെ പോകും? ഇത് കടലിൽ പോകും. 20 നോട്ടിക്കൽ മൈൽ പോകണം. അപ്പൊ എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ്. DJ ഡാൻസേഴ്സിന്റെ പ്രോഗ്രാം, സിംഗേഴ്സ്, എല്ലാ എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ്. ഇത് എല്ലാ ദിവസവും ലഞ്ച് പ്രോഗ്രാം ഉണ്ടാവും. എല്ലാം ലൈവ് പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും ലഞ്ച് ക്രൂസും ഡിന്നർ ക്രൂസും ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു ട്രിപ്പിന് നമ്മൾ ഒരാളിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് ഡിന്നർ ക്രൂസിനും ലഞ്ച് ക്രൂസിനും 2500 രൂപയാണ് ചാർജ്. ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ ഈ ലഹരി വിരുദ്ധ യാത്ര അനുസരിച്ച് ഒരല്പം കൂടെ ഡിസ്കൗണ്ട് ഇട്ടാലോ? അത് നമുക്ക് അമ്മമാർക്ക് ഫ്രീ ആണ് ഞാൻ കൊടുക്കുന്നത്. അതെ, അതെ, അമ്മമാർന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്കൗണ്ട് ഇട്ടാലോ എന്ന് ചോദിച്ചു. നെഞ്ചത്തോര ഒറ്റ ഇടിയായി പോയതല്ലേ? അതെ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറ്റണ ഒരു ബിസിനസ് അല്ല, ഫ്രീ കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ അമ്മമാര് നിങ്ങൾ എല്ലാവരും പോകാൻ തയ്യാറായോ? വിജയ കണ്ടില്ലേ, 150-ലധികം അമ്മമാരുണ്ട് ഇത്. അപ്പൊ അമ്മയൊക്കെ എവിടുന്നാ? അമ്മ അങ്ങ് ഉൾക്കടലിൽ വരെ പോകും, പ്രശ്നമൊന്നുമില്ലല്ലോ. കായൽ കിടന്നൊക്കെ പോകും. എവിടുന്നാ? വടുതല. അമ്മയുടെ പേരെന്താ? ഓക്കെ. അമ്മ, വളരെ സന്തോഷം നിങ്ങളെയൊക്കെ ഒന്നിച്ച് കാണാൻ പറ്റിയതില്. നിങ്ങളൊക്കെ 24 കാണുന്നവരാണല്ലോ അല്ലേ? 24 കാണുന്നവരാ. അപ്പൊ നമ്മളിപ്പോ എന്തിനാ ഇറങ്ങിയതറിയാമോ? അമ്മമാരെ കടലയക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല നമ്മള് കേട്ടോ. നമ്മള് ലഹരി വിരുദ്ധ യാത്രയായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ അമ്മമാർക്ക് കടലൊക്കെ കണ്ട് അമ്മമാരൊന്ന് എൻജോയ്. മാത്രമല്ല നമ്മുടെ ഈ മുതലാളി മഹാമനസ്കനാ. അതുകൊണ്ട് നിങ്ങളുടെ സർവ്വ ചെലവ് ഏറ്റിരിക്കുക. നല്ല ഭക്ഷണം, ഡാൻസ്, പാട്ട്, കൂത്ത് അല്ലേ? എല്ലാം. അമ്മമാരാരെങ്കിലും പരാതി പറഞ്ഞാൽ ജിഷ ഞാനുണ്ടല്ലോ. ഞാനൊരു കാര്യം പറയാം. ഈ 150 അമ്മമാരുടെ ഡാൻസ് ഞാൻ സാറിന്റെ വീഡിയോയിൽ കാണിച്ചു. 150 അമ്മമാരുടെ ഡാൻസ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരും. സാർ കളിക്കോ? എല്ലാരും 150 പേരും ഡാൻസ് കളിക്കാൻ ഞാൻ കളിക്കോ? അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. അമ്മമാർക്ക് ഒരു അപൂർവ അവസരം. അറബിക്കടലൊന്ന് ഞെട്ടണം. ഞങ്ങളുടെ ക്ലാസിക് ഇമ്പീരിയലിന്റെ അല്ലെങ്കിൽ ക്ലാസിക്കിന്റെ ബോട്ടുകളുടെ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വന്ന ആൾക്കാരാണ്. ഈ മൗത്ത് ടു മൗത്താണ് ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ്. ഞങ്ങൾ ആ സർവീസ് 4 മണിക്കൂർ കയറിയാൽ 4 മണിക്കൂർ നമ്മൾ നമ്മുടെ കൈവിരലിന് ഉള്ളിൽ വെച്ചിട്ട് അവരെ ആ പരിപാടിയിലേക്ക് കൊണ്ടുപോകും. താങ്കൾ കളിക്കുമോ? ഡാൻസ് കളിക്കും? പിന്നെ അടിപൊളി. അപ്പൊ എന്തായാലും ഡാൻസ് കളിച്ച് വളരെ ഹാപ്പി ആയിട്ട് അല്ലെ വിജയ? സന്തോഷം. ഹാപ്പി ജേണി. ഹാപ്പി ജേണി. അപ്പൊ ഉണ്ടല്ലോ, നിങ്ങൾ എൻജോയ് ചെയ്തോണം. ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെയാ. എത്ര മണിക്കൂർ എടുക്കും? 4 മണിക്കൂർ. 4 മണിക്കൂർ 240 മിനിറ്റ് അല്ലേ? അത് കഴിഞ്ഞ് ലഞ്ചും ഉണ്ട്. അത്ര ലഞ്ചുണ്ട്. ഇവിടെ വന്നിട്ടാണെന്ന് തോന്നുന്നല്ലേ? ലഞ്ചിന് ഇപ്പോഴേ കൊതിക്കണ്ട. ഫിഷ് കറി, ചിക്കൻ ഒക്കെ ഉണ്ട് അല്ലേ? മാത്രമല്ല അത് പച്ച ഇറച്ച അല്ലേ? അങ്ങനെയല്ലേ? നല്ല നല്ല ഭക്ഷണം. ഇതിന്റെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ ഇപ്പോഴേ വായിൽ വെള്ളം ഊറണ്ട. നല്ല സൂപ്പറായിട്ട് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, അമ്മമാരെ ഇനി താമസിക്കണ്ട. നിങ്ങൾ എൻജോയ് ചെയ്തോണം. നിങ്ങൾ തിരിച്ചിറങ്ങി വരും ഇതേപോലുള്ള മുഖം. റെഡിയല്ലേ? റെഡിയാണ്? എല്ലാം റെഡിയല്ലേ?
ഞാൻ ഉള്ളിൽ കയറും. നിങ്ങൾ നിങ്ങൾ ഇരുന്നൊക്കെ കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് ഒന്ന് ഡാൻസ് കളിക്കണം നിങ്ങൾ. അല്ലേ? ഓക്കെ, റെഡി. വാ, വിട്ടോളൂ, വണ്ടി വിട്ടോളൂ. വിജയകുമാർ, ഇതൊക്കെയാണ് ഒരു എൻജോയ്മെന്റ്. താങ്ക് യു അമ്മമാരെ, എല്ലാ അമ്മമാരും. ഹാപ്പി ജേണി.